ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പനിക്കൂർക്ക ഇല അഥവാ ഞവരയില, കണക്കൂർക്ക ഇല എന്ന് പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു ഔഷധ സസ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. നമ്മളെ കുട്ടികൾക്കുണ്ടാകുന്ന ചുമ, ജലദോഷം, മൂക്കടപ്പ്, ശ്വാസം മുട്ടൽ, ഇതിനെല്ലാം നമുക്ക് ഈ പനിക്കൂർക്ക ഇല യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കൊരു ഒറ്റമൂലി ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ എല്ലാവരുടെയും വീട്ടിലുള്ളതാണ് തുളസി ഇല എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ഇലയും അതുപോലെ കുറച്ച് തേനും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ജലദോഷവും ചുമയൊക്കെ നിശേഷം മാറ്റിയെടുക്കാൻ സാധിക്കും. യാതൊരു സൈഡ് എഫക്റ്റും ഉള്ളതല്ല. എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു രണ്ട് സസ്യങ്ങളാണിത്. ആദ്യമേ ഇതിൻ്റെ ഇല നന്നായിട്ട് കഴുകിയെടുക്കണം. അതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഈ ഇല ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക. ഇപ്പം നമുക്ക് അരി തിളപ്പിക്കുന്ന അതിൻ്റെ മുകളിൽ നമുക്ക് ചൂട് കൊണ്ട് വാട്ടിയെടുക്കാം, അല്ലെങ്കിൽ ഇഡ്ഡലിത്തട്ടിൽ വെച്ച് നമുക്കിത് വാട്ടിയെടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, ഏത് രീതിയിലാണിത്. ജസ്റ്റ് ഒന്ന് വാടി കിട്ടുക, അത്രയേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ കൈകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് പിഴിഞ്ഞ് ഇതിൻ്റെ നീരെടുക്കണം. എന്നിട്ട് അതിൽ നമ്മുടെ വീട്ടിൽ എല്ലാവരുടെയും വീട്ടിൽ കാണുന്നതാണ് തേൻ എന്ന് പറയുന്നത്. അപ്പോൾ തേനും കൂടി ജസ്റ്റ് അതിലൊഴിച്ച് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ഒറ്റമൂലിയാണ്. ജലദോഷം, ചുമ, ശ്വാസം മുട്ടൽ, തൊണ്ടവേദന, അതിനെല്ലാത്തിനും ഇത് ഉപയോഗിക്കാവുന്നതാണ്. 6 മാസത്തിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ തേൻ ഒഴിവാക്കേണ്ടതാണ്. ജസ്റ്റ് ഇതിൻ്റെ ഞവരയുടെ ചാറ് പിഴിഞ്ഞ് കൊടുക്കുന്നത് തന്നെ വളരെ നല്ലതാണ്. നമ്മൾ സാധാരണ മരുന്ന് ഉപയോഗിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ കുടിക്കുന്ന വെള്ളം തിളപ്പിക്കില്ലേ, അതിൽ ഇതിൻ്റെ ഇലയിട്ട് നമുക്ക് കുടിക്കാൻ പറ്റും. രോഗപ്രതിരോധ ശേഷിയൊക്കെ വർദ്ധിപ്പിക്കാൻ ഇത് വളരെ നല്ലതാണ്. അപ്പം പനിക്കൂർക്കയില നട്ട് വളർത്തിയിട്ടില്ലാത്തവർ ജസ്റ്റ് ഇന്ന് തന്നെ അതൊരെണ്ണം കുട്ടികളുള്ള വീട്ടിൽ നിർബന്ധമായും നട്ട് വളർത്തേണ്ടതാണ്.